ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജലി നായർ. ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് ഉള്ളത്. കാരണം അറിയാലോ, അമ്മയുടെ ഇലക്ഷനിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയും അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷം വോട്ടോടു കൂടി ജയിക്കുകയും ചെയ്തു. എല്ലാവരുടെയും സ്നേഹം ഇതിലൂടെ വോട്ടിലൂടെ അറിഞ്ഞതിൽ തന്നെ ഒരുപാട് എന്താ പറയുക, നന്ദിയും സ്നേഹവും ഉണ്ട് എല്ലാവരോടും. അമ്മയിൽ നോമിനേഷൻ കൊടുക്കാൻ ഒരു പ്രധാന കാരണം എൻ്റെ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹമാണ് നീ ഇന്ന് നോമിനേഷൻ കൊടുത്തു നോക്കൂ, എങ്ങനെ ഉണ്ടാവും അമ്മയുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റു പല പൊസിഷൻസിലേക്കും കൂടി കൊടുത്തിടുമെന്നാണ്. പക്ഷെ ഞാനാണ് ഏറ്റവും ആദ്യം ബാലറ്റ് പെട്ടിയിൽ നോമിനേഷൻ പേപ്പർ ഇടുന്നത്. അപ്പോഴേ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സംവരണ സീറ്റിലേക്കാണ് ഞാൻ മത്സരിക്കാൻ എഴുതി കൊടുത്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുടുംബസംഗമത്തിന് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. അതൊക്കെ കൂടെ ആയിരിക്കാം കുറച്ചൊരു മനധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മയിലൊന്ന് ഇലക്ഷന് നിന്ന് നോക്കാം, തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നല്ല ഭൂരിപക്ഷ വോട്ടോടു കൂടി എനിക്ക് ജയിക്കാൻ പറ്റും. ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയത് ഈ ഇലക്ഷനിലൂടെയാണ്. ഞങ്ങൾക്ക് നല്ല, ഞാൻ അവിടെ ആ ഇലക്ഷൻ ദിവസം പോലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെയുള്ള നമ്മുടെ താരരാജാക്കന്മാർ തലപ്പത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം അങ്ങോട്ട് ഓടിച്ചെല്ലാൻ ഒരു ധൈര്യക്കുറവുണ്ടാവും. ധൈര്യമുള്ളവരുണ്ട്, അങ്ങനെ ധൈര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ഓൾറെഡി നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾക്കൊരു പേടിയാണ്, അയ്യോ എങ്ങനെ പോയി നമ്മൾ പരാതികൾ പറയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ ഫോം ആയിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള, വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ പോലും 99% അതിൽ എല്ലാവരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഫാമിലി, ഒരു ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടും ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവരുടെ എല്ലാവരുടെയും ഉപദേശങ്ങളും ഗൈഡൻസും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്കെല്ലാം ഭംഗിയാക്കിയിട്ട് ഒരു 3 വർഷം വളരെ ഭംഗിയായിട്ട് ഈ സംഘടന കൊണ്ട് നടക്കാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ആധികാരികമായിട്ട് പറയാൻ ഒരുപാട് പേരുണ്ട് സംഘടനയിൽ. അതിലുപരി നമ്മുടെ ഇനി എങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ വളരെ നിമിഷ നേരം, ഒരു മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എലക്റ്റഡ് ആയതിൽ. അപ്പോൾ പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെ എല്ലാവരും അത് ഏത് രീതിയിൽ അംഗീകരിക്കും എന്നുള്ളത് ഞങ്ങളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയിൽ അധികം കാണാറില്ലല്ലോ, കാരണം എന്താണെന്ന്. ശരിക്കും നിങ്ങൾ പ്രേക്ഷകരെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ, കാരണം ഞാനും തേടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവസരം കുറയുന്നത് എന്നുള്ളത്. എനിക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തതും ഞാൻ പലരിടത്തും ചോദിച്ചറിഞ്ഞതുമായിട്ടത്, കുഞ്ഞായതിനു ശേഷം അഞ്ജലി സിനിമ നിർത്തി എന്നാണ് പലരും പറഞ്ഞത് എന്നുള്ളത്. അത് ആരാണ് അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുഞ്ഞായതിനു ശേഷം അന്യഭാഷയിലാണെങ്കിലും, ഞാൻ തമിഴിലാണെങ്കിലും തെലുങ്ക് പടമൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്തു വരികയാണ്. മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഒരു 3-4 സിനിമയിൽ ചുരുങ്ങിപ്പോയി എൻ്റെ അവസരങ്ങൾ. അതായത് അനന്തൻ കാട് എന്ന് പറയുന്ന വളരെ വലിയൊരു സിനിമ ഇപ്പൊ കാത്തിരിക്കുകയാണ് എല്ലാവരും ഉറ്റുനോക്കി. ആ സിനിമയിൽ മുരളിയേട്ടൻ്റെ വൈഫായിട്ട് ചെയ്യുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ റിവോൾവർ റിംഗോല് ഞാൻ വിഷ്ണുവിന്റെ ചേച്ചിയായിട്ട് ചെയ്തു. സുരാജ് ഏട്ടന്റെ പെങ്ങളായിട്ട് ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. പിന്നീട് ചട്ടമ്പീസ് എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ പടത്തിൽ ഞാൻ നായികയായിട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. പിന്നെ ഹാഫ് എന്ന് പറയുന്ന രഞ്ജിത്ത് സജീവ് നായകനായിട്ടുള്ള സിനിമയിലും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിത്രങ്ങളുണ്ട്. പക്ഷെ മുമ്പുണ്ടായിരുന്നത് പോലെ ഓടി കിടന്ന് അഭിനയിക്കാൻ പറ്റുന്നില്ല, ആരും വിളിക്കുന്നില്ല. അപ്പം എന്താ കാരണം എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സിനിമ ചെയ്യാൻ, മലയാളം ആയാലും ഏത് ഭാഷ ആയാലും. പക്ഷെ മലയാളം എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ്. ഞാനിപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് എലക്റ്റഡ് ആയതുകൊണ്ടാവാം, ജയിച്ച ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാവാം, എനിക്ക് വന്ന ആശംസ പ്രവാഹങ്ങളുടെ കൂട്ടത്തിൽ അമ്മയിൽ ചേരണം എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. മോസ്റ്റ് വെൽക്കം ഞങ്ങളുടെ അമ്മയിലേക്ക്, നമ്മുടെ അമ്മയിലേക്ക്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അമ്മ വളരുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ആ കമ്മ്യൂണിറ്റി വളരുമ്പോൾ ഇനി അമ്മയിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഒക്കെ അമ്മയിലെ അംഗങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയിൽ തന്നെ വന്ന്, അമ്മയുടെ ഓഫീസിൽ വന്നിട്ടോ അല്ലാതെയോ ഞങ്ങളോട് പേഴ്സണലി സംസാരിക്കാം. നമുക്കത് അമ്മയ്ക്കുള്ളിൽ തന്നെ തീർക്കാനായിട്ട് 101% ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, കാരണം 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ്, ഭാര്യയാണ്, അതിലുപരി ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭർത്താവിൻ്റെ ഒരു യെസ് എന്ന വാക്ക് കേൾക്കാതെ, അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും ഇതുപോലെയുള്ളൊരു നോമിനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. അത് കൊടുക്കാനും അതിൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്തത് അദ്ദേഹമാണ്.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഏറ്റവും വലിയൊരു നന്ദിയും സ്നേഹം അറിയിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നതിൽ. ഒപ്പം എൻ്റെ മക്കളോടും ഞാൻ സ്നേഹം അറിയിക്കുന്നു. അവരും ഇതേപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സാഹചര്യത്തെ അവർ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അമ്മയിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കൂട്ടായി നിന്ന് ഞങ്ങൾക്ക് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്നവർ നല്ല കാര്യങ്ങൾ ചെയ്തില്ല എന്നല്ല, എന്നാലും ഞങ്ങളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അമ്മയെ കൊണ്ടുപോകണം. അത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെ ഉപദേശത്തോടു കൂടിയും ഗൈഡൻസോടു കൂടി തന്നെ ആവണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ ലെജൻസായ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അവരുടെയൊക്കെ ഒരു വോയിസും ഞങ്ങളിലേക്ക് എത്തണം. എല്ലാവർക്കും ദൈവം ഓരോ ജോലി കൊടുക്കും. എനിക്ക് തന്ന ഒരു ജോലി എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതെൻ്റെ വർക്കാണ്. ആ വർക്കിൽ നിന്ന് വരുന്ന ഓരോ അവസരങ്ങളും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട്. കാരണം വർക്കിലൂടെ നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വർക്കിനോട് നോ പറയുന്നത് വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമേ എനിക്ക് തിരയെ പറ്റാത്ത റോളുകളാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഇപ്പോൾ കമ്മട്ടിപ്പാടം പോലുള്ള സിനിമകളൊക്കെ വളരെ ആക്സിഡൻ്റായിട്ട് വന്ന സിനിമകളാണ്. ഞാൻ അതിൽ ചെറിയ പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. പിന്നീട് അത് ദുൽഖറായിട്ട് ഷെഡ്യൂൾ വന്ന സമയത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഞാൻ മരണപ്പെടുകയല്ലേ, ഈ കഥാപാത്രം മരണപ്പെടുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ രാജീവ് സാർ പറഞ്ഞു, വേണ്ട, നമുക്ക് ഡെവലപ്പ് ചെയ്യാം ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ലവേയും പിന്നീട് കുറേ കഥാപാത്രങ്ങളൊക്കെ ചെറിയ പ്രായത്തിലുള്ളവരുടെ അമ്മയായിട്ട് ചെയ്തെങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെ അമ്മയായും മഞ്ജു വാര്യരുടെ അമ്മയായി, മഞ്ജുശ്ശിയുടെ അമ്മയായി, അങ്ങനെ ലാലേട്ടൻ്റെ അമ്മയായി, അങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ കൊണ്ടാണ് പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ നിർത്തി കാണും പടം എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. ഞാനത് പറയുകയും ചെയ്തില്ല, അങ്ങനെയൊന്നുമില്ല, വിളിക്കാം. പിന്നെ ഞാൻ എല്ലാവർക്കും അറിയാലോ, ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ തമിഴ് സിനിമകളിൽ 3 സിനിമകളിൽ നായികയതിനു ശേഷമാണ് മലയാള സിനിമ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു നായിക നിലയിലേക്ക് വരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണം, കിട്ടണം എന്നൊന്നുമില്ല. കിട്ടിയതിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് നോക്കാം, എങ്ങനെയാണോ കഥാപാത്രങ്ങൾ വരുന്നത് അതനുസരിച്ച് പോകാം. മമ്മൂക്കയ്ക്കൊക്കെ പല കാരണങ്ങളാൽ അമ്മയുടെ ഇലക്ഷൻ എത്താൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം മെസ്സേജിലൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്ക ഭയങ്കര, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ മമ്മൂക്ക മെസ്സേജ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്, ഒരു സ്വപ്നം കാണുന്ന തുല്യമാണ്. പിന്നെ സുരേഷ് ചേട്ടനായാലും ഇലക്ഷന് വന്നു, പക്ഷെ അതേസമയം ഞങ്ങളുടെ വിജയം അറിഞ്ഞതിന് ശേഷം സുരേഷ് ചേട്ടനും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അപ്പം എല്ലാവരോടും, എല്ലാ തലപ്പത്തിരിക്കുന്നവരോടും, നമ്മുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയന്മാരോടും അനിയത്തിമാരോടും അമ്മമാരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷം. അപ്പം ഓണമാണ് വരുന്നത്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാനുള്ളൊരു സന്മനസ്സും സന്തോഷവും ഒക്കെ സുഖമാവട്ടെ. ആരോഗ്യത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എൻ്റെ ഓണം ഇപ്പോഴും കൺഫ്യൂഷനാണ്, ഷൂട്ടിലായിരിക്കുമോ വീട്ടിലായിരിക്കുമോ എന്നുള്ളത്. 90% ഷൂട്ടിംഗ് സെറ്റിലാവാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഒരു അവധി ദിവസം ഓണത്തിന് കിട്ടിയാൽ പോലും അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ സിനിമാക്കാരുടെ കൂടെ ആയിരിക്കാം ഓണം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.